ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രേഡ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജിയാണ്. ഇത് ആക്ച്വൽ ഒരു ട്രേഡർക്ക് വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി അല്ല. ഇതൊരു പ്രൊഫഷണൽസ്, ഒരു ജോലിയുള്ള ഒത്തിരി സമയം ഷെയർ മാർക്കറ്റിൽ ടൈം നോക്കിയിരിക്കാൻ പറ്റാത്ത ഒരു ജോലിക്കാരന് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽസ്, ഒരു IT പ്രൊഫഷണലൊക്കെ ആണെങ്കിൽ മറ്റതേപോലെയുള്ള പ്രൊഫഷണൽസിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഒരു ഡെയിലി ഒരു വേണ്ട ഒരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഇൻട്രാഡേ ചെയ്ത് ബെനിഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ്. ദെൻ ഇതൊരു 100% സക്സസ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒരു മോർ ദാൻ 70% അക്യുറസി ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷേ ഇത് നിങ്ങൾ മന്ത്ലി എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ ഓവറോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് പ്രോഫിറ്റിലായിരിക്കും. കാരണം ഒരു 3 ട്രേഡ് 5 ട്രേഡ് എടുത്താൽ ഒരു ട്രേഡൊക്കെ മാത്രമേ ഇതിൻ്റെ അകത്ത് ഫെയിൽ ആവാൻ ചാൻസ് ഉള്ളൂ. അത് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ലോസ് കിട്ടുന്ന ദിവസം ഉണ്ടാവില്ല. ബാക്കി എല്ലാ ദിവസവും നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ്, നല്ലൊരു മാർജിൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും എടുക്കാം. ഇതിനുവേണ്ടി ഞാൻ നിങ്ങളിപ്പോൾ ഒരു ഷെയർ, അത്ര വലിയ വോളറ്റൈൽ അല്ലാത്ത ഒരു ഷെയർ സെലക്ട് ചെയ്യുക. ഞാൻ അതിന് സെലക്ട് ചെയ്യുന്ന ഒരു ഷെയർ എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കാണ്. ഫെഡറൽ ബാങ്കിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ലാർജ് ക്യാപ്പിലുള്ളൊരു നല്ലൊരു ഫണ്ടമെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഷെയറാണ് ഫെഡറൽ ബാങ്ക്. നിയർലി അതിന് ക്വാർട്ടർ റിസൾട്ട് വന്നിരുന്നു ജൂലൈയിൽ. ആ റിസൾട്ടും വളരെ പോസിറ്റീവാണ്. ആ ഒരു റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും ഷെയറിൽ ഇതുവരെ എഫക്റ്റായി തുടങ്ങിയിട്ടില്ല. ഇതിന് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. ദെൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ മൂവിങ് ആവറേജ് 3 ഡേയ്സിൻ്റെ സിമ്പിൾ മൂവിങ് ആവറേജ് ആണ് നിങ്ങളുടെ പാറ്റേണിലേക്ക് ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആഡ് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ സൈറ്റാണ്. അതിൻ്റെ അകത്ത് ഇൻഡിക്കേറ്ററോട് ആഡ് ചെയ്യുക. ഇൻഡിക്കേറ്റേഴ്സിൽ മൂവിങ് ആവറേജ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂവിങ് ആവറേജ് വരും. എക്സ്പോണൻഷ്യൽ അല്ല, സിമ്പിൾ മൂവിങ് ആവറേജ് മതി ഇതിൻ്റെ അകത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ മൂവിങ് ആവറേജ് ആഡ് ആവും. ദെൻ അതിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട്, ഇതാണ് സെറ്റിങ്സ് എടുത്തിട്ട് ഇൻപുട്സിൻ്റെ അകത്ത് 3 ഡേയ്സ് കൊടുക്കുക, ഓക്കെ അടിക്കുക. ഇതാണ് നിങ്ങൾക്ക് 3 ഡേയ്സ് മൂവിങ് ആവറേജ് കിട്ടും ചാർട്ടിൽ. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു സ്ട്രാറ്റജിയാണ്. ഒരു 950 ആദ്യത്തെ ഒരു ക്യാൻഡിൽ, ഒരു 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ ആദ്യത്തെ ഒരു ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യുക. ദെൻ സിമ്പിൾ മൂവിങ് ആവറേജിൻ്റെ എബവ് ആണ് ഇന്നത്തെ ഓപ്പണിംഗ് എങ്കിൽ നിങ്ങൾ അതിനെ ബൈ ചെയ്യുക. അതിൻ്റെ ബൈ പ്രൈസ് എന്ന് പറയുന്നത് അന്നത്തെ ഷെയറിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് ആയിരിക്കണം. ഓക്കെ, ഞാൻ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. 3 ഡേയ്സിൻ്റെ സിമ്പിൾ മൂവിങ് ആവറേജിൻ്റെ എബവ് ആണ്, ആ ലൈൻ്റെ എബവ് ആണ് ഇന്ന ഷെയറിൻ്റെ ഓപ്പണിംഗ് എങ്കിൽ നിങ്ങൾ ആ ഷെയർ ബൈ ചെയ്യണം. ദെൻ അതിൻ്റെ സെൽ പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് ആയിരിക്കണം. ബൈ ചെയ്യുക. സിമ്പിൾ മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് ഓപ്പണിംഗ്, ബൈ ചെയ്യുക. ദെൻ അന്നത്തെ ദിവസം ക്ലോസിംഗ് ടൈമിൽ അത് സെല്ല് ചെയ്യാം. ഒരു ദിവസം ഒരൊറ്റ ട്രേഡ് മതി. അതിന് നിങ്ങൾക്കൊരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ ഒരു 9:30 9:20 കയറിയിട്ട് ഇത് നോക്കി സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്ത് ഓർഡറും സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് പോരാം. ദെൻ ഒരു 3 മണിയോ 3:15 ആകുമ്പോൾ കയറിയിട്ട് അത് സെല്ല് ചെയ്യാം. ഓക്കെ, ഫൈൻ. ദെൻ ഇത് ബൈ ആണെന്നുള്ള കണ്ടീഷൻ ഞാൻ പറഞ്ഞു. ഇനി സെൽ ഓപ്ഷൻ ആണ് വരുന്നത്. അതായത് സിമ്പിൾ മൂവിങ് ആവറേജ് 3 ഡേയ്സ് സിമ്പിൾ മൂവിങ് ആവറേജിൻ്റെ താഴെയാണ് ആ ഷെയർ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഷോർട്ട് സെല്ല് ചെയ്യുക. അതിൻ്റെ ഓപ്പൺ പ്രൈസിൽ ആ ഷെയറിനെ ഷോർട്ട് സെല്ല് ചെയ്യുക. ദെൻ ക്ലോസിംഗ് പ്രൈസിൽ അതിനെ ബൈ ചെയ്യുക. അപ്പോൾ നോർമൽ നമ്മൾ ഒരു 350 ഒക്കെ ആകുമ്പോഴേക്കും എല്ലാ ബ്രോക്കേഴ്സും ഓട്ടോമാറ്റിക്കലി സ്ക്വയർ ഓഫ് ചെയ്യും ഇൻട്രാഡേ ആയതുകൊണ്ട്. ദെൻ അതുവരെ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു ഉച്ചയ്ക്കായി നോക്കുമ്പോൾ നല്ലൊരു പ്രോഫിറ്റിലാണെന്ന്, അല്ലെങ്കിൽ ഒരു 5 പോയിൻറ്റ്സ്, ഒരു 1%, 1.5% ടാർഗറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കാവുന്നതാണ്. ദെൻ ക്ലോസിംഗ് പ്രൈസ് അല്ലെങ്കിൽ ഓക്കെ. സ്റ്റോപ്പ് ലോസ് 0.5% ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഫെഡറൽ ബാങ്ക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു 3 പോയിൻറ്റ്സ്, ഒരു 2 പോയിൻറ്റ്സ് ഒക്കെ
ഒരു സ്റ്റോപ്പ് ലോസ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. തന്നെ നമുക്ക് അക്യുറസി 70% കൂടുതലാണ്. ഫെഡറൽ ബാങ്കിനെ പോലുള്ള ഇപ്പോൾ റിലയൻസിലൊക്കെ ചിലവർ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യാറുണ്ട്. റിലയൻസിനേക്കാളും എനിക്ക് കുറേയൂടി ഈ സ്ട്രാറ്റജി അടിപൊളിയായിട്ട് തോന്നിയത് ഫെഡറൽ ബാങ്കിലാണ്. റിലയൻസ് കുറച്ചുകൂടി വോളറ്റൈലായിട്ടുള്ളൊരു സ്റ്റോക്കാണ്. ദെൻ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി വലിയ സ്റ്റോപ്പ് ലോസ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ടൊക്കെ അതിനു വേണ്ടി ഒത്തിരി സമയം കളയേണ്ടി വരും. ഇതിന് ബെറ്റർ ഫെഡറൽ ബാങ്കിൻ്റെ ഷെയർ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ട്രാറ്റജി വെച്ചിട്ട് വേറെ SBIയോ LIC ഹൗസിംഗ് ഫിനാൻസ്, കോൾ ഇന്ത്യ മുതലായ സ്റ്റോക്കുകൾ ഒന്ന് വാച്ച് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് മറ്റ് സ്റ്റോക്കുകൾ ഈ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ചാർട്ട് ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യാം. ഇതാണ് ഫെഡറൽ ബാങ്കിൻ്റെ 50 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ്. ദെൻ നമുക്ക് ഇന്നത്തെ ഇതൊന്ന് ആഗസ്റ്റ് 2 ദെൻ ആഗസ്റ്റ് 2 സിമ്പിൾ മൂവ് നിങ്ങൾ കാണുന്നവർക്കറിയാം. ആഗസ്റ്റ് 2 സിമ്പിൾ മൂവിങ് ആവറേജിൻ്റെ അതാണ് സിമ്പിൾ മൂവിങ് ആവറേജിലെ അതിൻ്റെ താഴെയാണ് സ്റ്റോക്ക് ഓപ്പൺ ആയത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഓപ്പണിംഗ് പ്രൈസ്. ദെൻ ഇവിടെ നിന്ന് ഇന്നത്തെ ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗസ്റ്റ് 2. ഓക്കെ, അത് നിങ്ങൾ 89 ആണ്. 89 നിന്ന് സ്റ്റോക്ക് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 87.5 ആണ്. ഒരു 1.5 പോയിൻറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയത്. ഒരു 1.5 നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു 1.5 പോയിൻറ്റ്സ് ഇതിൻ്റെ ഒരു അന്നൊരു 500 ഷെയർ വാങ്ങിയ ഒരാളാണെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് 750 ആണ്. അപ്പോൾ നിങ്ങളൊരു സിംഗിൾ ട്രേഡിൽ ഒരു 500 ഷെയർ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഫെഡറൽ ബാങ്കിന് 87 അല്ലെങ്കിൽ 90 രൂപയാണ്. 90 ഇൻറ്റു 500 ഷെയർ നിങ്ങൾക്കൊരു 20,000 ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു 25,000 ഉണ്ടെങ്കിൽ ഒരു 500 ഷെയർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, 100 ഇൻറ്റു 500 ഒരു ഓക്കെ. അപ്പോൾ അത്ര ഒരു 10,000 50,000 ഒക്കെ ഉണ്ട് മതി. ബാക്കി ലിവറേജ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു നല്ല സ്ട്രാറ്റജിയാണ്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നമുക്ക് വേറെ ഒരു ദിവസം കൂടി ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ സ്റ്റോപ്പ് ലോസിലേക്ക് പോകുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ദെൻ 89 സ്റ്റാർട്ട് ചെയ്തതിൻ്റെ മാക്സിമം ഹൈറ്റ് വന്നിരിക്കുന്നത് 90 ആണ് അല്ലേ. 89 സ്റ്റാർട്ട് ചെയ്ത സ്റ്റോക്കിൻ്റെ ഏറ്റവും മാക്സിമം ഹൈ വന്നിരിക്കുന്നത് 90.25. അപ്പോൾ ഇല്ല 89 1.5 ഒക്കെ ഒരു 2 പോയിൻറ്റോ 3 പോയിൻറ്റോ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാം. 2 പോയിൻ്റ് ഒക്കെ ധാരാളമാണ്. അത്ര റിസ്ക് ഒക്കെ ഉള്ളൂ. ഫെഡറൽ ബാങ്ക് നല്ല ഈ സ്ട്രാറ്റജിക്ക് വേണ്ടി പക്ക ഉള്ളത്. നമുക്ക് ഓഗസ്റ്റ് 1 സ്റ്റോക്ക് നോക്കാം. ഓഗസ്റ്റ് 1 ഓപ്പണിംഗ് പ്രൈസ് സിമ്പിൾ മൂവിങ് ആവറേജിൻ്റെ താഴത്താണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഈ ദിവസത്തെ ഇപ്പോൾ ഓഗസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ സെക്കൻഡ് ക്യാൻഡിലാണ് ഓർഡർ ഇട്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവില്ല. സെക്കൻഡ് ക്യാൻഡിലും നിങ്ങൾ സിമ്പിൾ മൂവിങ് ആവറേജിൻ്റെ താഴത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, സെക്കൻഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ എവിടെയെങ്കിലും വെച്ചിട്ട് ഈ ക്യാൻഡിലിൻ്റെ ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ് സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഈ സ്ട്രാറ്റജി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഇതിൻ്റെ അകത്ത് എൻട്രി കിട്ടത്തുള്ളൂ. ദെൻ അത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു 91.2ലാണ് നിങ്ങൾക്ക് എൻട്രി കിട്ടുക. ദെൻ എക്സിറ്റ് പോയിൻ്റ് ഇവിടെയാണ്. ഓക്കെ, ഇവിടെയാണ് 89.4. അപ്പോൾ നിങ്ങൾക്കറിയാം 91.89 അന്നും ഒരു 1.5 1.5 പോയിൻ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ട്. നിങ്ങളിങ്ങനെ പുറകോട്ട് ഓരോ ദിവസവും ചെക്ക് ചെയ്യുക. ഇതിനൊരു ബൈ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നത്തെ ഓപ്പണിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുക. സിമ്പിൾ മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് ഓപ്പണിംഗ്. അത് ജൂലൈ 31 അത് 90.55ലാണ് ഓപ്പണിംഗ്. ദെൻ ഒരു ഭയങ്കര ഫാള് വന്നിട്ടുണ്ട് 90.55. ദെൻ 89.2 ഒരു 1.3 പോയിൻറ്റ്സ് അപ്പോൾ തന്നെ ഫാളാണ് വന്നത്. ദെൻ ശരിക്കും നമ്മളിവിടെ ബൈ എടുത്തിരിക്കുന്ന ഒരാൾക്ക് അന്നത്തെ ഡേ ക്ലോസിൽ ഹൈ
അന്നിവിടെ ബൈ എടുത്തേക്കണ ഒരാൾക്ക് 19.5 ബൈ എടുത്താൽ ക്ലോസിങ് 92.55 ആണ്. അപ്പോൾ ഒരു 2 പോയിൻ്റ് അന്ന് കിട്ടിയിട്ട് നിങ്ങൾ പുറകോട്ട് നോക്കുക. ഈ സ്ട്രാറ്റജി ഭയങ്കര സക്സസ് ആണ്, എല്ലാവരും ഫോളോ ചെയ്യാൻ നോക്കുക. നിങ്ങൾ വേറെ ഷെയർസിൻ്റെ ചാർട്ടിലും ഇത് ചെക്ക് ചെയ്യുക, ഈ സ്ട്രാറ്റജി ചെക്ക് ചെയ്യുക. സക്സസ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഷെയർസിലും ചെയ്യാം. ഫെഡറൽ ബാങ്ക് ഞാൻ നോക്കിയിട്ട് ഫെഡറൽ ബാങ്ക് ഈ സ്ട്രാറ്റജിക്ക് പക്ക പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് ഡെയിലി ഒരു ഞാൻ പറയുക 500 ഷെയർസൊക്കെ ആണെങ്കിൽ ഡെയിലി ഒരു 750 രൂപ 500 രൂപ ഒരു ഒറ്റ ട്രേഡിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഒരു ജോലിക്കാരാണെങ്കിൽ മാർക്കറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഈ ഓർഡറും ടാർഗറ്റൊക്കെ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പോവാം, ബാക്കി നിങ്ങളുടെ ജോലി ചെയ്യാം. ഇവിടെ ട്രേഡിങ് പ്രോപ്പറായിട്ട് നടന്നോളും. നിങ്ങൾക്ക് ഡെയിലി ഒരു 500 വെച്ചിട്ട് നിങ്ങൾക്ക് ക്യാപിറ്റൽ ആഡ് ആയിക്കൊണ്ടിരുന്നോളും. ഇത് വളരെ സക്സസ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, ആഡ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരുടെയും കമൻസും സപ്പോർട്ടും എനിക്ക് ആവശ്യമുണ്ട്. എല്ലാവരും കൂടുതൽ ജോലിക്കാർ ഷെയർ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും